ആത്മഹത്യകളെ ദുർമരണം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ. ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പാപമായിട്ടാണ് മനസ്സിലാക്കുക. ദൈവം തന്ന ജീവൻ, ദൈവം രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജനിപ്പിക്കാൻ നമ്മൾ ജനിച്ചത് നമ്മുടെ ഇതുകൊണ്ടല്ലേ അല്ലേ. അപ്പൊ ദൈവം തന്ന ഒരു ജീവൻ നമ്മൾ ദൈവത്തിന്റെ അധികാരത്തെ വെട്ടിക്കളഞ്ഞുകൊണ്ട് മാനിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ജീവൻ എടുക്കുന്ന ഒരു സംഗതിയാണ് സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഇത് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തുന്ന മനുഷ്യന്മാരുണ്ട്. ബട്ട് യു ഹാവ് ടു പ്രേ ഫോർ ദം. നിങ്ങൾ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. ബിക്കോസ് ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ തന്നെയും ഒരു ശരിയല്ലാത്ത ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയി മരണത്തിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യർക്ക് വേണ്ടിയും അവർക്കും ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് ദൈവം പറയുന്നുണ്ട് അല്ലെ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് സ്പിരിച്വാലിറ്റി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മറ്റു മതവിശ്വാസങ്ങൾ മറ്റു തലത്തിൽ അവർക്കൊരു മോക്ഷം കിട്ടില്ല എന്നൊക്കെ തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് വട്ടവർ മരണശേഷം ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സോള് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നല്ല ജീവിതം നയിക്കാത്തവരും പോകുന്നുണ്ട്. സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ഡാർക്ക് വേൾഡിലോട്ട് ആ സ്പിരിറ്റ് എൻ്റർ ആവുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. പക്ഷെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുവാണെങ്കിൽ പതുക്കെ പതുക്കെ ആ ഡാർക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് മാറിയിട്ടുള്ള ആ സോളിന് മാറ്റം സംഭവിക്കാനും ഒരു സമാധാനം ആശ്വാസത്തിലേക്കും ആ സോളിനെ വരാനായിട്ട് സാധിക്കും ചെയ്യും. അങ്ങനെയല്ല നമ്മൾ ആ സോളിനെ വിട്ട് കളഞ്ഞു അല്ലെങ്കിൽ നമ്മൾ അതിനത്ര കെയർ ചെയ്തില്ല എങ്കിൽ ഇത് ഞാൻ പറഞ്ഞാലും നിങ്ങൾ മറ്റ് സ്പിരിച്വൽ മേഖലയിലുള്ള എന്നെക്കാളും ഒരുപാട് ഉയർന്ന മനുഷ്യരുമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പച്ചൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിളുകൾ കൂടുന്നത് പോലെയും അവനും ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ സൂയിസൈഡ് ചെയ്ത ഒരു സോള് റെസ്റ്റ്ലെസ് ആകുന്ന ഒരവസ്ഥ, മരിച്ച ശേഷം അവർക്ക് പവർ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ സോള് ഡിസ്റ്റർബ്ഡ് ആണ്. ആ സോളിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ്, കാരണം ഇവരൊക്കെ ബ്ലഡ് റിലേഷൻഷിപ്സ് ആണ്, അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. സോ അവരുടെ ലൈഫിലൊക്കെ എന്തോ ഒരു നെഗറ്റിവിറ്റി വരുന്നത് പോലെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളിത് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. സോ മരണശേഷവും നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവരൊരു സമാധാനത്തിലായി ഒരു മോക്ഷത്തിലൊക്കെ എത്തി നിൽക്കുന്നത്, അതായത് അവര് ദൈവത്തിന്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അവിടെ യാത്ര പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്താണോ സ്വർഗത്തിലാണോ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നിരന്തര മരണശേഷവും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.